ഇപ്പൊ ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉസ്താദ് പറയും, മോളെ ഹിജാബ് ഇടുന്ന കാലായിട്ടോ, മുഖമൊക്കെ മറക്കണം എന്ന് പറയും. ഈ കുട്ടി അങ്ങനെ ധരിക്കണം, ശരീരം മറക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത്, കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്തത് കേട്ടപ്പോ അങ്ങനെയായിരുന്നോ ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത? പറയാനുണ്ടോ? മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ. അതുകൊണ്ട് അബിസീനിയ മോഡലിലുള്ള മറയുള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറയുള്ള മയ്യത്ത് കട്ടില് വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബീവി. കാരണം എന്നെ പൊതിഞ്ഞ കഫം കൂട ഒരാളും കാണണ്ട, ശരീരല്ല കഫം കൂട. അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷെറിന്നും ഫാത്തിമ ഹിബ എന്ന് പേരിട്ടാ മതിയോ? ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഗ്ലൗസും ഹിജാബും ഷോക്സ് ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോ ഏട്ടത്തിയും ഏട്ടന്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട്. മത്സ്യം വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്താനം പറയുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. വീട്ടിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കണാണ് കുട്ടി സ്വീകരിക്കുക. കുട്ടി അതല്ലേ സ്വീകരിക്കുക? മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക? അല്ല, വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണ് ഉണ്ടാവുക. സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമൊന്നുമല്ല ഹിജാബ്. ഹാദിയക്ക് പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ എവിടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല, കയ്യോറില്ല. മോക്ക് ഹിജാബ് ഉണ്ട്, കയ്യോറുണ്ട്.